പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് കുതിർത്ത് വെച്ചിരിക്കുന്നു, ഏകദേശം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ട് സവാള അരിഞ്ഞതും ഉണക്കമുന്തിരിയും കപ്പലണ്ടിയും. ഇനി ബീഫ് 1 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. തക്കാളി 1 അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കറുവാപ്പട്ട, ഏലക്ക, പെരുംജീരകം, ഗ്രാമ്പു ഇത്ര സാധനങ്ങൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നാരങ്ങ 1 മുറി, തൈര് 1 പാത്രം, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഗരം മസാല, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറുവയില. ഇത് കപ്പലണ്ടി അരച്ചു വെച്ചിരിക്കുന്നതാണ്. കാഷ്യൂ നട്ട് ഒരു 10 എണ്ണം അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് അരി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ഏലക്കയും ഗ്രാമ്പും പെരുംജീരകവും കറുവപ്പട്ടയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തത് മൂപ്പിക്കാം. നെയ്യിലേക്ക് അത് ചേർത്തു. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കറുവയില, ബേ ലീവ്സ് ആഡ് ചെയ്യും. ഇതെല്ലാം കൂടെ ഒന്ന് ഈ നെയ്യിൽ നമുക്ക് മൂപ്പിക്കാം. ഇതെല്ലാം കൂടെ മൂത്തൊരു സ്മെല്ല് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ടത് ഇളക്കി ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ട്, അതായത് അരിയുടെ മേലെ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരിയുടെ ലെവലിനൊപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, വെള്ളം പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയും വേണം. നമുക്ക് ബീഫ് കറിയാക്കുന്നതിന് മുന്നേ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ബീഫിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. ഇതിലേക്ക് തൈര് ആഡ് ചെയ്യും. തൈര് ചേർത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം നമുക്കിങ്ങനെ വെച്ചേക്കാം. നമ്മൾ വേവാൻ വെച്ചിരുന്ന റൈസ് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി തുടങ്ങി. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഒരു കഷ്ണം നാരങ്ങ നീരങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു. ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചു. ഇനി നമുക്കിത് മൂടി വെച്ച് തണുപ്പിക്കാം. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന ഉള്ളി ആഡ് ചെയ്യും. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചുവന്ന ഉള്ളി ആഡ് ചെയ്തു. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കും. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എളുപ്പത്തിൽ ഉള്ളി വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇതൊന്ന് ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി. മസാല എല്ലാം കൂടെ ഇതിലൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് മസാല മൂത്തതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ആഡ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്തു. ഇനി തക്കാളി ഒന്ന് ഇതിൽ വെന്ത് വരണം, വേണ്ടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് തക്കാളി ചൂട് കയറി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് പീസസ് ആഡ് ചെയ്യാം. തൈരും ഉപ്പും പുരട്ടി വെച്ചിരുന്ന ബീഫ് ആഡ് ചെയ്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ബീഫ് വേകുന്നതിന് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളവും കൂടെ ആഡ് ചെയ്യും. ഇനി ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് ബീഫ് വേവിക്കാം. ഇപ്പോൾ നമ്മൾ വേവാൻ വെച്ചിരുന്ന ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഒരു പെരളൻ രീതിയിൽ വന്നു, പറ്റി നല്ല കൊഴുത്ത് ചാറക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇത് വെള്ളവും ചേർത്ത് അരച്ചതാണ്, ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന്
ചൂടൊന്ന് പറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം റെഡിയായി. ഗ്രേവിയൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ റൈസ് വേവിച്ച് വെച്ചിരുന്നു, അത് ആഡ് ചെയ്യാം. റൈസ് നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സവാളയും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് ആഡ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ടും കൂടെ ആഡ് ചെയ്തു. ഇതോടെ നമ്മുടെ ബീഫ് ബിരിയാണി തയ്യാറായി. ഇത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്.